ബ്രിഗേഡിയർ സനൽകുമാർ, നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഭാരതത്തിൻ്റെ തിരിച്ചടി കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ഒരു ചെറിയ രീതിയിലുള്ള പ്രകോപനം നടത്തു തന്നെയാണ് ഭാരതം ശക്തമായ താക്കീതുമായി മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി അരങ്ങേറിയതും അത്തരത്തിൽ തന്നെയായിരുന്നല്ലോ. ഏകദേശം 50 ഡ്രോണുകളും 7-ലധികം മിസൈലുകളുമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതൊന്നും നിലം തൊടിയിക്കാതെ തന്നെ ഭാരതം തച്ചു തകർക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഭാരത സൈനിക ശക്തിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന പാകിസ്ഥാന് മേൽ ഇനിയും ഒരു കനത്ത പ്രഹരം ഏൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ജനത ഒരു ഭാഗത്തുണ്ടായിരിക്കാം, അവരുടെ നിഷ്കളങ്കതയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു രാജ്യം നിരന്തരം ഭാരതത്തിന് മേൽ ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുകയും വലിയ രീതിയിലുള്ള ശല്യമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമല്ലേ? അത് അവിടെ ഭരണകൂടമെന്നോ ജനങ്ങളോ എന്നോ വേർതിരിക്കേണ്ട സാഹചര്യം നമുക്കില്ലല്ലോ. നമുക്ക് ആരാണോ ആപത്കരമാകുന്നത് അവർക്ക് നേരെ ശക്തമായ ഒരു താക്കീത് നൽകുക, അത് നമ്മുടെ എക്കാലത്തെയും നയം തന്നെയല്ലേ? ആണ്. ശാന്തിയും ഏറ്റവും മിനിമമായിട്ട് വയലൻസ് ചെയ്തതും നമ്മളുടെ പോളിസിയാണ്, അതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നിങ്ങൾ തന്നെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി എവിടെയാണെന്ന് കാണുന്നില്ല, ആർമി ചീഫ് എവിടെയാണെന്ന് കാണുന്നില്ല, പല നേതാക്കളെയും മിസ്സിംഗ് ആണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആരെയാണ് അൾട്ടിമേറ്റ്ലി പണിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്, ആരെയാണ് ഈ പണിഷ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് ഒന്ന് നമുക്ക് എവിഡൻസോടെ എവിടെയാണ് എന്താ ചെയ്തതെന്നൊക്കെ. ഇപ്പോൾ ഈ നുഴഞ്ഞു കയറ്റവും പതുമൊക്കെ അതൊക്കെ അവരുടെ എഫേർട്ടാണ്. അത് നമ്മളുടെ അറ്റൻഷൻ മിലിറ്ററി ഓപ്പറേഷൻസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് ആളുകളെ ശ്രദ്ധ തിരിക്കാനും തന്നെയുമല്ല, ഇതിൽ നിന്ന് അറ്റൻഷൻ മാറി ആളുകൾ വേറെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേറെ ഒരിടത്തേക്ക് തിരിക്കാനുമായിട്ടുള്ള ശ്രമമാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ ശ്രമിക്കുന്നത്. പാകിസ്ഥാനിന് പ്രൂവൺ, അതായത് തെളിയിച്ചിട്ടുള്ള സ്കിൽസ് ഈ ഭീകരാക്രമണത്തിലാണ്. അപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ 2-3 സെൻറ്റർ നമ്മൾ തകർത്തെങ്കിലും ഇവരൊക്കെ തന്നെ അവിടെ എവിടെയൊക്കെ ഉണ്ട്, അവരെ ഇനിയും ഉപയോഗിക്കും. അവരെ ഭാരതത്തിനകത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളുടെ അറ്റൻഷൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മാറും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അതാണ് അവർക്കുള്ള കഴിവ്, അതാണ് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും. നേരെയുള്ള യുദ്ധം അല്ലെങ്കിൽ മിലിറ്ററി ലെവലിലുള്ള യുദ്ധം അവർക്ക് പരാജയത്തിലേക്ക് നയിക്കുന്നുള്ള കാര്യം അവർക്കൊരു സംശയവും ഇല്ലാത്ത പരിപാടിയാണ്. കാരണം അവർക്ക് ആയുധങ്ങൾ കുറവാണ്, അവർക്ക് കഴിവ് കുറവാണ്, അവരുടെ ആർമി പേഴ്സണലിൻ്റെ പ്രൊഫഷൻസി തന്നെയും വളരെ കുറവാണ്. നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന 3-4 യുദ്ധങ്ങൾ നമ്മൾ കണ്ടതാണിത്. അതുകൊണ്ട് അതിൽ കൂടുതൽ നമ്മൾ റെഗുലർ ആക്ഷനെ ഭയപ്പെടില്ല. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ 7 പേരെ സാംബ സെക്ടറിൽ നിന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ അവരെ അവിടെ ഡിസ്ട്രോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവരുടെ കയ്യിൽ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുന്നത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നിരിക്കും? നമ്മുടെ അറ്റൻഷൻ പാകിസ്ഥാനിലായിരിക്കുമ്പോൾ അവർ ഇന്ത്യക്ക് അകത്ത് എവിടെയെങ്കിലും ഒരു മേജർ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തതിന് പകരമായിട്ട് ഭീകരർ തന്നെ അല്ലെങ്കിൽ മതം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തന്നെ ഇതൊന്നുകൂടെ അവർക്ക് പ്രതികാരം ചെയ്യുന്നതായിട്ട് കാണിക്കാം പാകിസ്ഥാന്. നമ്മളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറുകയും ചെയ്യും. ഇതാണ് എനിക്ക് തോന്നുന്നത് അവരാണ് ഇതാണ് പ്ലാൻ ചെയ്തിരുന്നത്. വിഫലമായി എന്നുള്ളത് വേറൊരു കാര്യം. അത് സമയം ഇപ്പോൾ ശരിയല്ല. ഇതുപോലെ പലയിടത്തും എഫേർട്സ് നടക്കുന്നുണ്ടാവും. നമ്മളുടെ സേന സൂക്ഷിച്ചിരിക്കുന്നത് കാരണം ആണ് ഇവരെ 7 പേരെ നശിപ്പിച്ചതും ഇനിയുള്ളവരെ പിടിക്കാൻ കാര്യക്ഷമമാകുന്നതും. പക്ഷേ ഇതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഡയറക്റ്റായിട്ടുള്ളൊരു മിലിറ്ററി ആക്ഷനിൽ അവർക്ക് കിടപിടിച്ച് നിൽക്കാനുള്ള കഴിവില്ല. പക്ഷെ അതുകൊണ്ട് അവർ ഈ ഭീകരാക്രമണങ്ങൾ ഇനിയും കൂട്ടാനും പല വേറെയുള്ള ടാർഗറ്റുകളെ നോക്കാനും ചാൻസ് ആണ്. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതെ, ശ്രീ സനൽകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തുമ്പോൾ ഈ നുഴഞ്ഞുകയറ്റ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ബ്രിഗേഡിയർ സനൽകുമാർ, താങ്കൾ ഈ മേഖലയിൽ ഏറെ നാൾ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. സാധാരണ നമുക്കറിയാം, ഇപ്പോൾ അതിർത്തി കേന്ദ്രീകരിച്ച് പാക് സൈന്യവും ഭാരത സൈന്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് മറ്റ് ചില ഭീഷണികൾ കൂടിയുണ്ടല്ലോ. ഇപ്പോൾ വടക്ക് കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് ചൈന, ബംഗ്ലാദേശ്, ഇവയെയും നമ്മൾ ഭയക്കേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റം ഏതെങ്കിലും രീതിയിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ അടക്കം ആരെങ്കിലും ഒക്കെ അകത്ത് കയറിയിട്ടുണ്ടോ എങ്കിൽ അത്തരത്തിൽ അവരുടെ ഒരു ആക്രമണം, ഇങ്ങനെ
ഈ 4 ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ തക്കവണ്ണം ഒരു ഭാഗത്തു മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പോലും നമ്മൾ ഈ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ഭാരത സൈന്യം സസൂക്ഷ്മം വിലയിരുത്തി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണോ നിലയുറപ്പിച്ചിരിക്കുന്നത്? അത്തരം നീക്കങ്ങളിലൂടെ തന്നെയാണോ നമ്മൾ പോകുന്നത്? ആണ്. അത് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഇവോൾവിങ് സിറ്റുവേഷൻ, അതായത് 2 ഫ്രണ്ട് അല്ലെങ്കിൽ 2.5 ഫ്രണ്ട് അല്ലെങ്കിൽ 2.8 ഫ്രണ്ട് ആയിട്ട് നമ്മൾ പലപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ച് അതൊരു ആദ്യം ഒരു വറിയായിട്ടുണ്ട്, അതൊരു ആകാംക്ഷയായിരുന്നു, അതൊരു ഭയമായിരുന്നു. പക്ഷേ പിന്നെ ഇത് സംഭവിക്കും എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആക്റ്റീവായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരിടത്തുനിന്ന് ഒരു ട്രൂപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാകാതെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ആർമി അല്ലെങ്കിൽ നമ്മളുടെ നേവി, നമ്മുടെ എയർഫോഴ്സ് എല്ലാം അലേർട്ടാണെങ്കിൽ തന്നെയും പെർമനൻ്റ് ആയിട്ടൊരു മൂവ്, പണ്ട് പരാക്രമൽ 2001 നമ്മൾ പരാക്രമലൊക്കെ ചെയ്ത പോലത്തെ മേജർ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ തന്നെയാണ് നമ്മൾ പാകിസ്ഥാനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കിഴക്കും വടക്കും ഒക്കെയുള്ള നമ്മുടെ ജവാന്മാർ, നമ്മുടെ ട്രൂപ്സ്, നമ്മുടെ ആർമി അവരുടെ സ്റ്റേഷനിൽ തന്നെ, അവരുടെ ഏരിയയിൽ തന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അവർ പാകിസ്ഥാനെ പറ്റി അല്ല പറയുന്നത്. പാകിസ്ഥാനെ ഹാൻഡിൽ ചെയ്യാൻ ഇത്ര മതി എന്ന് നമുക്ക് ഏതാണ്ട് ഇപ്പം വിശ്വാസമാണ്. ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിവും കാണിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് മതി, ഇതുകൊണ്ട് നമുക്ക് പാകിസ്ഥാനെ ഹാൻഡിൽ ചെയ്യാം. ബാക്കിയുള്ളവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ട്രൂപ്സ് ഉണ്ട്. അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കാമെന്നോ, എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ വിഷമം ഉണ്ടാവുമോ എന്നുള്ളത് ഇനി കണ്ടറിയാനൊക്കെ ഉള്ളൂ. പക്ഷേ അവർക്ക് അതിനായിട്ടുള്ള ട്രൂപ്സ് അവിടെ ഉണ്ട്, അതിനായിട്ടുള്ള ജവാൻ, അതിനായിട്ടുള്ള ആർമി അതിനായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് തന്നെയുണ്ട്. ഇത് സൂക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും പ്രത്യാഘാതമുണ്ടാക്കുന്ന വസ്തുത തന്നെയാണ്. പക്ഷേ നിരന്തര ശല്യമാകുന്ന അയൽ രാജ്യങ്ങൾ അവർക്ക് ശക്തമായ ഒരു താക്കീത് നൽകിയേ മതിയാകുകയുള്ളൂ. ഭാരതത്തിനകത്തും പുറത്തും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നയങ്ങൾക്ക് ഇത്തവണയെങ്കിലും കനത്ത തിരിച്ചടി നൽകേണ്ടത് ഒരു അനിവാര്യമായി ഭാരതത്തിലെ ജനത പോലും ആഗ്രഹിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. കാരണം അത്രമാത്രം ഹീനമായൊരു പ്രവൃത്തിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സാധാരണ രീതിയിലുള്ള സ്ഫോടനങ്ങളും ഭീകരവാദ ആക്രമണങ്ങൾക്കും മേലെയായി വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കരികിലേക്ക് വരികയും 26 വിനോദസഞ്ചാരികളെ, നിഷ്കളങ്കരായ നിരപരാധികളായ വിനോദസഞ്ചാരികളെ അവരുടെ മതം ചോദിച്ച് നിറയൊഴിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത ആ ഭീകരവാദത്തിനെതിരെ ഒരു ശക്തമായ തിരിച്ചടി വേണം എന്നുള്ളത് ഓരോ ഭാരത പൗരനും ആഗ്രഹിച്ചതാണ്. അതനുസരിച്ച് ഭരണകൂടം മുന്നോട്ട് പോയി എന്നേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രത്യാക്രമണത്തിലേക്ക് ഭാരതം കടക്കുമ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായും അടിയറവ് പറഞ്ഞല്ലാതെ നമ്മൾ ഇതിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്നുള്ളത് തന്നെയാണോ നമ്മുടെ ഇപ്പോഴത്തെ നയവും നിലപാടുമായി താങ്കൾക്ക് തോന്നുന്നത്? കാരണം പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇതിലൊരു സമവായത്തിലേക്ക് എത്തിച്ചേരാൻ. പക്ഷേ അതിൽ ഭാരതം വഴങ്ങാൻ തയ്യാറാകുമോ? അതോ അവിടെയൊക്കെ ഭാരതത്തിൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കി ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൽ വഴങ്ങാൻ പാകിസ്ഥാൻ തയ്യാറായാൽ മാത്രമേ തങ്ങൾ ഇനി ഇതിൽ നിന്നൊന്ന് പിന്നോക്കം മാറുകയുള്ളൂ എന്നുള്ളത് തന്നെയായിരിക്കുമോ ഭാരതത്തിൻ്റെ ഇത്തവണത്തെ ഒരു നിലപാട്? സാധാരണ രീതിയിൽ ഭാരതം സ്വീകരിക്കുന്ന ഒരു സൈനിക നടപടിക്രമത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഭാരതം സ്വീകരിച്ച ഒരു നിലപാടാണ് താങ്കളോട് ചോദിക്കുന്നത്. സൈനിക യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ആക്ച്വലി നമ്മൾ ആദ്യത്തെ 7-ാം തീയതി രാവിലെ 1 മണിക്ക് ചെയ്തത് തന്നെ വളരെ മെഷേർഡ് ആയിട്ടുള്ള, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ കെമിസ്ട്രി ലെവൽ ടെസ്റ്റ് ട്യൂബിൽ കണക്കാക്കുന്ന അതുപോലെ കാലിബ്രേറ്റ് ചെയ്തുള്ള ഒരു ആക്രമണമാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് അത് മാത്രം ചെയ്തതെന്ന് വെച്ചാൽ ഈ കേപ്പബിലിറ്റി ആയിരുന്നത് പലതും ഇസ്ലാമാബാദിലും ചെയ്യാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ അത് നമുക്ക് ഓരോ സമയവും പാകിസ്ഥാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമായിരുന്നു. ഓരോ സമയവും ഒരു ചാൻസ് കൊടുക്കുകയാണ്, നിങ്ങൾ ശരി നമുക്ക് സംസാരിക്കാം എന്ന് പറയാതെ. അപ്പോൾ ഇതൊക്കെ ഇപ്പം ചെയ്തതാണെങ്കിൽ തന്നെയാണെങ്കിൽ അവരാണ് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെ ആദ്യം ടാർഗറ്റ് ചെയ്തത്. നമ്മൾ ചെയ്തില്ല. നമ്മൾ ഈ ടെററിസ്റ്റ് ക്യാമ്പ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തു. നമ്മളന്ന് അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലനേഷനിൽ നമ്മൾ പറയുകയും ചെയ്തു, ഇന്ത്യ പറയുകയും ചെയ്തു, ഞങ്ങൾ മിലിറ്ററി ക്യാമ്പ്സിനെ ഒന്നും ടാർഗറ്റ് ചെയ്തിട്ടില്ല, ടെററിസ്റ്റിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സാധാരണഗതിക്ക് പാകിസ്ഥാൻ പറയും ടെററിസ്റ്റാണ് ഞങ്ങളുടെ അല്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെ
അസർ റൌഫ് അസറിൻ്റെ ഇതിൽ പാകിസ്ഥാൻ്റെ നാഷണൽ ഫ്ലാഗ് വിരിച്ചാണ് ചെയ്തത്, ക്രിമേഷൻ അടക്കം ചെയ്തത്. ആ ഡിസോസിയേഷൻ ഇത് അവർ തമ്മിൽ സാധാരണ ചെയ്യാറുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ആണ്, അവർ വേറെയാണെന്നും പാകിസ്ഥാൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേറെയാണെന്നുള്ള സെപ്പറേഷൻ പാകിസ്ഥാൻ സാധാരണ കാണിക്കാറുള്ളത് ഇതുകൊണ്ട് തന്നെ തുറന്ന് കാണിക്കാനൊത്തു. ലോകം കാണുന്നു, പാകിസ്ഥാനിലെ ആൾക്കാർ തന്നെ ഇത് കാണുന്നു. ആലോചിക്കാൻ ബുദ്ധിയുള്ളവർ, ആലോചിക്കാൻ കഴിവുള്ളവർ, അവർ പാകിസ്ഥാനിലെ ജനം തന്നെ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഡിസോസിയേഷൻ അല്ലെ ഓരോ സമയവും നമ്മൾ അത് കഴിഞ്ഞിട്ട് ലാഹോറിലും അതൊക്കെ ചെയ്തപ്പോഴാണ് നമ്മൾ നമ്മളുടെ സൈനിക കേന്ദ്രങ്ങളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ അവരുടെ സൈനിക കേന്ദ്രങ്ങളെ അറ്റാക്ക് ചെയ്തത്. ആ അറ്റാക്ക് ചെയ്തതാണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തത് കാരണം വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇതുവരെ മിലിറ്ററി ആക്ഷൻസ് നമ്മൾ ചെയ്തേക്കുന്നത്. കൺട്രോൾഡ് ആണ്. ഓരോ സമയത്ത് ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും നമ്മൾക്ക് അവിടെ നിർത്താം വേണമെങ്കിൽ. അവിടെ നിർത്തിയാലും നമുക്ക് നമ്മളുടെ ടാർഗറ്റ്സ് ഇവിടെ പിന്നെ അച്ചീവ്ഡ്. അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുമോ എന്നുള്ള കാര്യം ഇനിയിപ്പം ബോൾ ഇസ് ഇൻ ദ പാകിസ്ഥാനി കോർട്ട്. അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല, നോക്കണം. ബ്രിഗേഡിയർ സനൽകുമാർ, ഒരുപക്ഷെ ഈ പഹൽഗാം ഭീകരാക്രമണ നീക്കത്തിൽ ഇതിൽ ഭാഗഭാക്കായ സൈനികരുടെ അടക്കം, കാരണം നമുക്കറിയാം ഈ തീവ്രവാദികളെ എപ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് നയിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക നേതൃത്വവും അതോടൊപ്പം ISIയുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യത്തിൽ തികഞ്ഞ ബോധ്യമുള്ളവരുമാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു നീക്കം നടക്കുമ്പോൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം പാകിസ്ഥാനും അറിയാമായിരിക്കുമല്ലോ. പിന്നീട് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് കടന്നത്? അവർ ഈ ഒരു അവസരം മുതലെടുക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടായിരിക്കാം? കാരണം ഏപ്രിൽ 22-ന് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ തങ്ങൾക്ക് മേൽ ഭാരതത്തിന്റെ കൈ പതിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തി ഇത് ഇങ്ങനെ നിർജീവമായിക്കൊണ്ടിരുന്ന ആ ഭീകരവാദത്തെ, പ്രത്യേകിച്ച് കശ്മീരിൽ, അത് ഒന്നുകൂടി സജീവമാക്കാം, ഭയചകിതരാക്കുന്ന ഒരു കശ്മീരി ജനതയെ വീണ്ടും സൃഷ്ടിക്കാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നോ പാകിസ്ഥാന്റെ മനസ്സിൽ? എക്സാക്ട്ലി അതായിരുന്നു. എന്നുവെച്ചാൽ ഈ സീസണിലാണ് കാശ്മീരിലെ സാധാരണ ജനതയ്ക്ക് മാക്സിമം റവന്യൂ ഏൺ ചെയ്യാൻ നോക്കുന്നത്, മാക്സിമം എക്കണോമിക് ഗെയിൻ ഉണ്ടാകുന്നത്. കാരണം സാധാരണ ജനതക്കാരാണ് അവിടെ ചായക്കട നടത്തുന്നവർ മുതൽ കുതിരകളെ കൊണ്ടുപോകുന്നവർ വരെ, ടാക്സി ഓപ്പറേറ്റേഴ്സ്, ചെറിയ ആൾക്കാർ മാക്സിമം റവന്യൂ ഉണ്ടാക്കുന്ന ഈ സീസണിലാണ്. മാക്സിമം ടൂറിസ്റ്റ് വന്നു കഴിയുമ്പോഴാണ്. കഴിഞ്ഞ വർഷം 2 കോടിയിലധികം ടൂറിസ്റ്റ്, 2-2.5 കോടിയിലധികം ടൂറിസ്റ്റ് പോയി എന്നായിരുന്നു റിപ്പോർട്ട്, കാശ്മീരിൽ പോയി എന്നായിരുന്നു. അപ്പോൾ കാശ്മീർ തിരിച്ച് ഇതുപോലെ പോപ്പുലറായി വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും അവർ സ്പ്രെഡ് ചെയ്യുന്ന ആ ഭൗലികവാദത്തിൽ നിന്നും അല്ലെങ്കിൽ ഭീകരവാദത്തിൽ നിന്നും ആളുകൾ തിരിഞ്ഞു പോവുകയും അതിൽ പിന്നെ സപ്പോർട്ട് ഇല്ലാതെ വരുമെന്നുള്ളൊരു അവരുടെ കാൽക്കുലേഷൻ ഏതാണ്ട് ശരിയാണ്. അതിനെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തീർച്ചയായിട്ടും ഇത് ചെയ്തതും ഈ ഇത്രയും ക്രൂരമായി, ഇത്രയും ബീഭത്സമായിട്ട് ചെയ്തതും അതിനുവേണ്ടി മാത്രമാണ്. അതിൻ്റെ ഇഫക്ട്സ് ഇന്ത്യയിൽ വേറെ പലയിടത്തും ഇതുണ്ടാവുമെന്നും അതുകൊണ്ട് വർഗീയ ലഹളകളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. പക്ഷേ ഇന്ത്യ ആയത് കാരണം അതൊന്നും ഉണ്ടായില്ല. ഇത് ആക്ച്വലി ഇന്ത്യയുടെ എല്ലാവരെയും, ഭാരതത്തിലെ എല്ലാവരെയും ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്രയും നിഷ്ഠുരമായിട്ട്, ഇത്രയും ബീഭത്സമായിട്ട് ചെയ്തത് കാരണം അത് എല്ലാവരെയും അതിനെതിരെ ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ വ്യത്യാസം തീർച്ചയായിട്ടും ഉള്ളതാണ്, അതാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാന് ഒരു 2-3 മാസമായിട്ട് പാകിസ്ഥാൻ ആർമിക്ക് നിരന്തരം അവർക്ക് നെഗറ്റീവ് എഫക്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് BLA, പിന്നെ രണ്ടാമത് ഇവരുടെ TTPയുടെയും ISKയുടെയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഖൊറാസാൻ, അവരും ഇങ്ങനെ പലരും പാകിസ്ഥാൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ആ ഒരു 24 മണിക്കൂർ അകം 14 പാകിസ്ഥാനി സോൾജേഴ്സിനെയും അതിലൊരു കമാൻഡിംഗ് ഓഫീസർ ഉണ്ടായിരുന്നെന്നാണ് ഇവിടെ വായിച്ചത്. അങ്ങനെയുള്ളവരെ 14 പേരെയാണ് BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നൊടുക്കിയത്. ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ മനോബലം തന്നെ ഇത്തിരി വീക്കെൻഡ് ആയിട്ടുണ്ട്. തന്നെയല്ല, പാകിസ്ഥാൻ
പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ആർമിയുടെ ഒരു സ്റ്റാൻഡിങ്, അവരുടെ ഒരു അഭിമാനം, അവരുടെ ഒരു പൊസിഷൻ, അതിനെ ആളുകൾ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നോർമൽ പാകിസ്ഥാൻ സിറ്റിസൺ അവരെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ വരുന്നത്, നിങ്ങളെ എന്ത് ചെയ്തത്. ഇൻഫാക്ട് ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ ഫസ്റ്റ് ഫേസ് അത് കഴിഞ്ഞപ്പോൾ പോലും ഒരു പാകിസ്ഥാനി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയും മിസൈൽ വെച്ചിട്ട് നമ്മളുടെ എയർ ഡിഫൻസ് എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട്. ഇവരെല്ലാവരും ശമ്പളം മേടിക്കുന്നവരാണല്ലോ, ഇവരെല്ലാവരും വളരെ എക്സ്പെൻസീവായിട്ട് ചെയ്യുന്നവരാണല്ലോ, എന്നിട്ട് നമുക്കെന്താണ് എയർ ഡിഫൻസ് ഇല്ലാതിരുന്നത്. ഇന്ത്യക്കാരെ സമ്മതിക്കണ്ടേ, അവർ ടെററിസ്റ്റ് ഈ സ്ഥലങ്ങൾ സെലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല ഇത്. ഇസ്ലാമാബാദിൽ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തതന്നെ, റാവൽപിണ്ടിയിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തതന്നെ, നമുക്കൊന്നും ചെയ്യാൻ കഴിവുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള കമൻറ്റ്സ് പാകിസ്ഥാൻ ആർമിക്കെതിരായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയ അവരുടെ പൊസിഷനെ ഷോറപ്പ് ചെയ്യാൻ വേണ്ടിയില്ല, അവരുടെ പാകിസ്ഥാൻ സൊസൈറ്റിയിലെ, പാകിസ്ഥാൻ്റെ പോളിറ്റിയിലെ പാകിസ്ഥാൻ ആർമിയുടെ സ്ഥാനം തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു എഫേർട്ടാണ് ഇപ്പം നടന്നത് മുഴുവൻ. ഇതൊക്കെ നടക്കുമ്പോഴും, ഇപ്പം നമുക്ക് ഈ മിലിറ്ററി ആക്ഷനൊക്കെ നടക്കുമ്പോഴും പാകിസ്ഥാൻ്റെ ജനതയുടെ സിംഹഭാഗത്തിനോടും പറയുന്നത് ഇന്ത്യയെ മുഴുവൻ ഞങ്ങൾ തകർത്തതും, ഇന്ത്യയുടെ 5 വിമാനങ്ങൾ തകർത്തതും, ഇത്ര മിസൈലുകൾ ഞങ്ങൾ നിർത്തിയെന്നും ഒക്കെയാണ് പറയുന്നത്. അത് പാകിസ്ഥാനിൽ കേൾക്കുന്നത് മുഴുവൻ അതാണ് കേൾക്കുന്നത്. അപ്പം പാകിസ്ഥാൻ ആർമിയുടെ പൊസിഷൻ, പാകിസ്ഥാൻ ആം ഫോഴ്സസിൻ്റെ പൊസിഷൻ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ് കംപ്ലീറ്റ്ലി ഇത് മുഴുവൻ അതിൻ്റെ എഫേർട്ടാണ്. പാകിസ്ഥാൻ ഇതിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാവില്ല എന്ന് അവർക്കും അറിയാം. ശ്രീ സനൽകുമാർ, അതോടൊപ്പം നമുക്ക് മറ്റ് ചില സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതല്ലേ? കാരണം ലോക രാഷ്ട്രങ്ങളുടെ ഒരു അഭിപ്രായം, അവർ ഭാരതത്തിന് പിന്തുണ ഇതിനോടകം തന്നെ പലരും അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാം ഈ നിലവിലെ സാഹചര്യത്തെ എങ്ങനെയായിരിക്കും മറ്റ് രാഷ്ട്രങ്ങൾ നോക്കിക്കാണുക എന്നുള്ളത്. എക്കാലവും ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടുമായി ഭാരതം മുന്നോട്ട് പോകുന്നു. സമാധാന പ്രിയരാണ്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം ഹീനമായൊരു പ്രവൃത്തി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തിന് അനുകൂലമായി നിൽക്കുന്ന ചൈനയും തുർക്കിയും ഒക്കെ ഒരു വശത്തുണ്ടെങ്കിൽ പോലും ഇവിടെ നടന്നത് എന്താണ് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ നിർണായകമായി സ്വാധീനം ചെലുത്താൻ ഭാരതത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പരിപൂർണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഭാരതത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സമീപനം ഇതര രാഷ്ട്രങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയല്ലേ നമുക്ക് കരുതേണ്ടത്? തീർച്ചയായും അതിലൊരു സംശയവും വേണ്ട. കാരണം ഇവരെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്ന ചൈനയോ അസർബൈജാനോ തുർക്കിയോ ഒക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഇതിലെല്ലാത്തിലും വ്യാപാര വാണിജ്യ സാധ്യതകൾ അവർ വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഒരു 60% എക്യുപ്മെൻറ്റ് ചൈനീസ് ഒറിജിനാണ്. അവർ നേരത്തെ അമേരിക്കൻ ആയിരുന്നു, പക്ഷേ ഇതിപ്പം അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിക്കാൻ അവർക്ക് പൈസ ഇല്ല, അതിന് കാശില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ അവരിപ്പം ചൈനീസ് ആയുധങ്ങളാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ഒരു 60% എക്യുപ്മെൻറ്റ് പാകിസ്ഥാനിൽ ഇപ്പോൾ ചൈനീസ് ഒറിജിനാണ്. അപ്പോൾ അവർക്ക് ഈ 60% വിൽക്കുന്ന ഒരു വാങ്ങിക്കുന്ന നേഷനായപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ അത് ചെയ്യില്ല. തന്നെയല്ല, പാകിസ്ഥാനെ ചൈന ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും ഭാരതത്തെ തളച്ചിടാനായിട്ട്. ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് വെളിയിലേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി ഭാരതത്തെ എൻഗേജ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പാകിസ്ഥാൻ, ആസ് വെൽ ആസ് ചൈന ഈസ് കൺസേൺഡ്. ബാക്കി അസർബൈജാനും തുർക്കിയും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞായിരുന്നു, അവരുടെ യുദ്ധക്കപ്പലും അവരുടെ ഒരു വിമാനവും വന്നെന്ന് പറഞ്ഞാൽ അവരിത് ഇൻഫാക്റ്റ് എൻ്റെ സംശയം അത് അമ്യൂണിഷനും മേ ബി ഡ്രോൺസും ഇവർക്ക് എമർജൻസിയിൽ വിറ്റിരിക്കാൻ ചാൻസാണ്. പാകിസ്ഥാന് ഈ സമയത്ത് കൊണ്ട് വിറ്റിരിക്കാൻ ചാൻസാണ്. വേറെ ഒരു രാജ്യങ്ങളും അത് കൊടുക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ് ഇതിൽ നിന്ന് കാണേണ്ടത്. ഈ ഡ്രോൺസൊക്കെ പലയിടത്തും കിട്ടുന്നതാണ്, പക്ഷേ വേറെ ആരും ഇതിൽ വിൽക്കുന്നില്ല. കാരണം ഇതിൻ്റെ വില കൊടുക്കാൻ പാകിസ്ഥാൻ്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ളവർക്കും സംശയം ഉണ്ടാവും. ഇനിയൊരു ഇനിയൊരാവശ്യം എന്ന് പറഞ്ഞാൽ ഇവരാളും പാകിസ്ഥാനിലും ഇത്ര ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ചിലവാക്കി കഴിയുമ്പോൾ ഇനിയൊരാവശ്യം വന്നിരുമ്പോൾ തുർക്കിയോ അസർബൈജാനോ അല്ല അങ്ങേയറ്റം ചൈനയോ ഇനി ഇവർക്ക് എത്ര ആയുധം കൊടുക്കാൻ തയ്യാറാവും എന്നുള്ളതും നോക്കേണ്ട കാര്യമാണ്. കാരണം ഇവരുടെ ഇതിന് കൊടുക്കാൻ കാശില്ലാത്തുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. IMFൻ്റെ ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോഴറിയാം ഇവർക്ക് ഇനി എവിടം വരെ പോകുമെന്നോ എത്ര എളുപ്പം പാകിസ്ഥാൻ പാപ്പരത്വം
പാപ്പരത്തത്തിലേക്ക് മാറുമെന്നോ അത് കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ മറ്റ് ഇൻ്റർനാഷണൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഓവേർട്ടായിട്ട് വളരെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ വളരെ വോക്കലായിട്ട് ഇന്ത്യക്ക് ഇത് യുദ്ധം നിർത്തണം എന്നാണ് പറയുന്നുണ്ടെങ്കിലും പക്ഷേ സപ്പോർട്ട് സെർട്ടൻലി ഇന്ത്യയുടെ പക്ഷത്താണ്. ആൻഡ് ഈ പാകിസ്ഥാൻ ഇത് ചെയ്യുമെന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് അവർക്കൊരു റെപ്യൂട്ടേഷനുണ്ട്. അത് അവർ ആ റെപ്യൂട്ടേഷനിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ. ടെററിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതും ടെററിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ടെററിസ്റ്റിനെ എംപ്ലോയ് ചെയ്യുന്നതും ഒരു രാജ്യമാണ് എന്ന് എല്ലാവർക്കും പരക്കെ അറിയാവുന്ന കാര്യമാണ്. അത് അവർ ആ റെപ്യൂട്ടേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.